നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. അതെ. പിന്നെ ദിലീപ്, ഞാൻ തന്ന ഫയല് കയ്യിലില്ലേ? മാഡം, വാർഡ് മെമ്പറോട് കുറെ നാളായി പറയുക വീടിന് മുന്നിലെ ഓടയ്ക്ക് വീതി കൂട്ടാൻ. ഒരു മഴ പെയ്താൽ വെള്ളം വീടിനകത്തേക്ക് കയറും. 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളുള്ള വീടാണ് മാഡം. ചേച്ചി, എന്തായാലും പരിഹാരങ്ങൾ ഉണ്ടാക്കാം. ഓടയ്ക്ക് വീതി കൂട്ടി ബ്ലോക്കൊക്കെ മാറ്റി വെള്ളം നല്ല രീതിയിൽ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ശരിയാണ്. ദിലീപ് മാഡം, അവര് പറഞ്ഞ സ്ഥലത്തെ ഡ്രെയിനേജ് എന്താ വേണ്ടതെന്ന് പഠിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തരണം. ഓക്കെ മാഡം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ പരാതിയോ ഉണ്ടെങ്കിൽ തന്നോളൂ. എന്താ നിങ്ങളുടെ പരാതി? ഈ കവറിലെ കത്തൊന്ന് വായിക്കണം മാഡം. മാഡത്തിന് എന്നെ അറിയില്ല, എന്നാൽ മാഡത്തിന് എനിക്കറിയാം. എങ്ങനെ അറിയാം എന്നായിരിക്കും മാഡം ആലോചിക്കുന്നത്. മാഡത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആകാശ് എനിക്ക് മകനെ പോലെയാ. ലെറ്റർ വായിക്കാതെ കളയാതിരിക്കാനാ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞത്. എനിക്ക് മാഡത്തോട് പറയാനുള്ളത് മുഴുവൻ ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ദയവ് ചെയ്ത് മുഴുവൻ വായിക്കണം. ആകാശ് ചാരുവിനെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം മാഡത്തിന് അറിയില്ല. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് സ്വന്തം ചേട്ടൻ അരവിന്ദ് നാടുവിട്ടുപോയി. ചാരു അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചാരു മാത്രമല്ല, ആ കുടുംബത്തിലെ ആരും. ചാരുവിനെ ചെറുപ്പം മുതൽ സംരക്ഷിച്ചത് ആകാശിന്റെ അച്ഛൻ ബാലമാഷ. ചാരുവിന്റെ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാ. അങ്ങനെയുള്ള ചാരു മണ്ഡപത്തിൽ കല്യാണം മുടങ്ങി ഒറ്റപ്പെട്ടു നിന്നപ്പോ അന്നിലെടുത്ത തീരുമാനം ആകാശിനെ കൊണ്ട് ചാരുവിനെ കല്യാണം കഴിപ്പിക്കാൻ. ആ സമയത്ത് ബാലന്റെ വാക്ക് ധിക്കരിക്കാൻ ആകാശിന് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാ ആകാശ് ചാരുവിനെ കല്യാണം കഴിച്ചത്. അറിഞ്ഞുകൊണ്ട് തെറ്റും ആകാശും ചാരുവും ചെയ്തിട്ടില്ല മാഡം. മാഡത്തിന് ആകാശിനോട് ദേഷ്യവും വാശിയും ഉണ്ടാകും. അത് വെച്ച് ഓഫീസിൽ ആകാശിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഇതെന്റെ ഒരു അപേക്ഷയാ. മാഡത്തിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആകാശിനെയും ചാരുവിനെയും വെറുതെ വിടണം. മാഡം, പരാതി ഫയൽ വെക്കട്ടെ മാഡം? വേണ്ട, ഇത് എന്നോട് മാത്രമുള്ള അപേക്ഷയാണ്. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യ. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ എഴുതിയ കാര്യങ്ങള് മാഡം പരിഗണിക്കുന്നു വിശ്വസിച്ചാ ഞാൻ പോകുന്നത്. ശരി.